ഹലോ നമസ്കാരം എല്ലാവർക്കും ആസ്പിരൻസ് പീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യം തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിൽ ഗൂഗിളിൻ്റെ AI ലാബ് നിലവിൽ വന്നത് എവിടെ? ഉത്തരം ചെന്നൈ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ പാർക്ക്? ഉത്തരം ഖവ്ദ സോളാർ പാർക്ക്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം: കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം ബ്ലസ്സി. കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ബ്ലസ്സിയുടെ ചലച്ചിത്ര അനുഭവങ്ങളും പത്മരാജൻ, ലോഹിതദാസ് എന്നിവരെക്കുറിച്ചുള്ള ഓർമ്മകളുടെയും സമാഹാരമാണ് മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകം. അടുത്ത ചോദ്യം: 2024 പാരീസ് പാരാലിമ്പിക്സ് ആർച്ചറിയിൽ പുരുഷന്മാരുടെ വ്യക്തിഗത റികർവ് ഓപ്പൺ വിഭാഗത്തിൽ സ്വർണം നേടിയത് ആര്? ഉത്തരം ഹർവീന്ദർ സിംഗ്. 2020 ടോക്കിയോയിൽ വെങ്കലവും നേടിയ ഇദ്ദേഹം 2 തവണ പാരാലിമ്പിക്സ് മെഡൽ നേടി. അടുത്ത ചോദ്യം: തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് പുനർവിഭജനത്തിൽ ഏറ്റവും കൂടുതൽ വാർഡ് കൂടിയ ജില്ല? ഉത്തരം മലപ്പുറം. അടുത്ത ചോദ്യം: ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്ത് ആദ്യത്തെ വിദേശ സർവകലാ ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് എവിടെ? ഉത്തരം ഗുരുഗ്രാം. 2023 UGC പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ക്യാമ്പസ് പ്രവർത്തിക്കുക. അടുത്ത ചോദ്യം: വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിലും സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും അത്യാധുനിക രീതിയിൽ പഴം പച്ചക്കറി കൃഷി ആരംഭിക്കുന്ന കൃഷി വകുപ്പിന്റെ പദ്ധതി? ഉത്തരം നവോത്ഥാൻ പദ്ധതി. കേരള ആഗ്രോ ബിസിനസ് കമ്പനിയാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. അടുത്ത ചോദ്യം: സൈബർ ഇടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ഭീഷണിയും അപമാനവും ആക്രമണവും നേരിടുന്നതിൽ ഏറ്റവും മുന്നിലെത്തിയ സംസ്ഥാനം? ഉത്തരം കേരളം. അടുത്ത ചോദ്യം: വിമുക്ത ഭടന്മാരെയും കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച പദ്ധതി? ഉത്തരം പ്രൊജക്ട് നമൻ. അടുത്ത ചോദ്യം: കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആര്? ഉത്തരം തുഹിൻ കാന്ത പാണ്ഡെ. ഒഡീഷ കാഡറിലെ 1987 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ പാണ്ഡെ നിലവിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ് സെക്രട്ടറിയാണ്. അടുത്ത ചോദ്യം: വന്യജീവി പരിസ്ഥിതി മേഖലയിലെ ആഗോള പുരസ്കാരമായ ജാക്സൺ വൈൽഡ് ലെഗസി പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വംശജൻ? ഉത്തരം മൈക്ക് പാണ്ഡെ. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് 300-ലധികം അവാർഡുകൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ നിങ്ങൾക്കുള്ള ചോദ്യം: ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ സംസ്ഥാനത്ത് നടത്തുന്ന കർമ്മ പരിപാടി? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.